ഇന്ന് നമുക്ക് രണ്ട് പ്രത്യേക മെട്രിക്സുകളെ കുറിച്ച് പഠിക്കാം. സിമെട്രിക് മെട്രിസസ് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിസസ്. സ്ക്വയർ മെട്രിക്സ് എ നോക്കൂ. മെട്രിക്സ് 1 2 3 2 3 4 3 4 5. ഈ മെട്രിക്സിനെ നമ്മളൊന്ന് ട്രാൻസ്പോസ് ചെയ്യാം. എ ട്രാൻസ്പോസ് that is equal to 1 2 3 2 3 4 3 4 5. എയും എ ട്രാൻസ്പോസും നോക്കാം. എന്ത് പ്രത്യേകതയാണ് കാണുന്നത്? എ ട്രാൻസ്പോസ് എ തന്നെയാണ്. റോയും കോളവും പരസ്പരം മാറ്റിയിട്ടും ഈ മെട്രിക്സിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല. ഇത്തരം മെട്രിക്സുകളെ നമ്മൾ സിമെട്രിക് മെട്രിക്സ് എന്ന് വിളിക്കും. A square matrix is said to be a symmetric matrix if A transpose is equal to A. എന്താണ് ഇതിന്റെ സിമെട്രി എന്നുള്ള പദം ഉദ്ദേശിക്കുന്നത്? നമുക്ക് എ എന്ന് പറഞ്ഞ മെട്രിക്സ് നോക്കാം. ഇതിന്റെ മെയിൻ ഡയഗ്രം 1 3 5. അതൊരു മിറർ പോലെ സങ്കല്പിച്ചാൽ മുകളിലത്തെ ഭാഗത്തിന്റെ റിഫ്ലക്ഷൻ ആണ് മറ്റേത്. 2 3 4 നേരെ തിരിഞ്ഞിപ്പുറത്ത് 2 3 4 വരുന്നുണ്ട്. മെയിൻ ഡയഗ്രാമിൽ ഒരു മിറർ പോലെ നിന്നുകൊണ്ട് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ സിമെട്രി ഉണ്ടാക്കുന്ന മെട്രിക്സ് ആണ് സിമെട്രിക് മെട്രിക്സ്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ സിമെട്രിക് മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. ഇനി മറ്റൊരു സ്ക്വയർ മെട്രിക്സ് നോക്കാം. എ ഈക്വൽസ് 0 1 2 -1 0 -3 -2 3 0. ഇതിനെ ട്രാൻസ്പോസ് ചെയ്താലോ? എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു 0 -1 -2 1 0 3 2 -3 0. എ ട്രാൻസ്പോസും എയും ഈക്വൽ ആണോ? അല്ല. പിന്നെ എന്ത് ബന്ധമാണുള്ളത്? എയുടെ നെഗറ്റീവാണ് എ ട്രാൻസ്പോസ്. എയിലുള്ള എലമെന്റ്സിന്റെ ചിഹ്നം മാറ്റിയാൽ നമുക്ക് എ ട്രാൻസ്പോസ് കിട്ടും. എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് എ. ഇത്തരം മെട്രിക്സുകളെ നമ്മൾ സ്ക്യൂ സിമെട്രിക് മെട്രിസസ് എന്ന് വിളിക്കും. A square matrix is said to be a skew symmetric matrix if A transpose is equal to -A. ഇതിന്റെ ഒരു പ്രധാന പ്രത്യേകത, ഇതിന്റെ മെയിൻ ഡയഗണൽ എലമെന്റ്സ് നോക്കൂ, അതെന്താണ്? 0 ആണ്. അപ്പൊ സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന് മെയിൻ ഡയഗണൽ എലമെന്റ് 0 ആയേ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ്? ഇതിനെ ട്രാൻസ്പോസ് ചെയ്യുമ്പോഴും മെയിൻ ഡയഗണലിന് യാതൊരു മാറ്റവും വരുന്നില്ല. അപ്പൊ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ മെട്രിക്സ് നെഗറ്റീവ് ആവണം. 0യ്ക്കും 0യുടെ നെഗറ്റീവും രണ്ടും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് മെയിൻ ഡയഗണൽ 0 ആയാൽ മാത്രമേ പറ്റുള്ളൂ. സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ഒരു പ്രത്യേകതയാണ് ദ മെയിൻ ഡയഗണൽ ഇസ് ഈക്വൽ ടു 0. സിമെട്രിക് മെട്രിക്സിന്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും ചില പ്രത്യേകതകളാണ് ഇത് നാം പരിചയപ്പെടാൻ പോകുന്നത്. ഒന്നാമത്തെ പ്രത്യേകത, ഇഫ് എ ഈസ് എ സിമെട്രിക് മെട്രിക്സ് then K is also symmetric, where K is a scalar. A സിമെട്രിക് ആണെങ്കിൽ അതിനൊരു സ്കാലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന മെട്രിക്സും സിമെട്രിക് ആയിരിക്കും. വളരെ എളുപ്പം നമുക്കിത് പ്രൂവ് ചെയ്യാം. എ സിമെട്രിക് ആയതുകൊണ്ട് എ ട്രാൻസ്പോസ് എ ആയിരിക്കും. അപ്പൊ കെ എ സിമെട്രിക് ആവണമെങ്കിൽ കെ എയുടെ ട്രാൻസ്പോസ് കെ എ തന്നെ ആവണം. നമുക്ക് നോക്കാം. കെ എ ഹോൾ ട്രാൻസ്പോസ് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കെ എ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. എ സിമെട്രിക് ആയതുകൊണ്ട് എ ട്രാൻസ്പോസ് എ തന്നെയായിരിക്കും. അപ്പൊ കെ ഇൻറ്റു എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു കെ എ. അപ്പൊ എന്താ കിട്ടിയത്? കെ എ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു കെ എ. കെ എയുടെ ട്രാൻസ്പോസ് കെ എക്ക് തുല്യമാണ്. സോ കെ എ ഈസ് സിമെട്രിക്. സോ ഇഫ് എ ഈസ് എ മെട്രിക്സ് and A is a symmetric matrix and K is a scalar, then Ka is also a symmetric matrix. ഇതുപോലെ തന്നെ സ്ക്യൂ സിമെട്രിക് മെട്രിക്സിനും ഇതേ പ്രത്യേകതയുണ്ട്. അതായത് if A is a skew symmetric matrix and K is a scalar, then Ka is also skew symmetric. ഇപ്പൊ ചെയ്ത പോലെ തന്നെ അത് നമുക്ക് പ്രൂവ് ചെയ്യാം. എ സ്ക്യൂ സിമെട്രിക് ആയതുകൊണ്ട് എയുടെ ട്രാൻസ്പോസ് -A ആയിരിക്കും. അപ്പൊ കെ എ സ്ക്യൂ സിമെട്രിക് ആവണമെങ്കിൽ കെയുടെ ട്രാൻസ്പോസ് -Ka ആവണം. നോക്കാം നമുക്ക്. കെ എ ഹോൾ ട്രാൻസ്പോസ്, ഇത് കെ ഇൻറ്റു എ ട്രാൻസ്പോസ് ആണല്ലോ. എ ട്രാൻസ്പോസ് എന്താണ്? -A ആണ്. അപ്പൊ ഇത് കെ ഇൻറ്റു -A ആണ് എന്ന് പറഞ്ഞാൽ -Ka ആണ്. അപ്പൊ കെ എ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു -Ka. സോ കെ ഈസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അപ്പം എ സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ കെ എ സിമെട്രിക് ആണ്. എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ കെ എ സ്ക്യൂ സിമെട്രിക് ആണ്. ഇനി അടുത്തതായി
എയും ബിയും സിമെട്രിക് മെട്രിക്സ് ആണ്, ഒരേ ഓർഡറിലുള്ള സിമെട്രിക് മെട്രിക്സ് ആണ് എയും ബിയും എന്ന് കരുതുക. എ ആൻഡ് ബി ആർ സിമെട്രിക് മെട്രിക്സസ് ഓഫ് ദി സെയിം ഓർഡർ. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി എന്ന് പറയുന്ന മെട്രിക്സും സിമെട്രിക് ആയിരിക്കും. ഈ രണ്ട് സിമെട്രിക് മെട്രിക്സിന്റെ സം ഒരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. അതെങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം? എ പ്ലസ് ബി സിമെട്രിക് ആവണമെങ്കിൽ എ പ്ലസ് ബിയുടെ ട്രാൻസ്പോസ് എ പ്ലസ് ബി തന്നെ ആവണം. അപ്പൊ എ പ്ലസ് ബി ഹോൾ ട്രാൻസ്പോസ്. എന്താണ് എ പ്ലസ് ബി ഹോൾ ട്രാൻസ്പോസ്? നാം പഠിച്ചിട്ടുണ്ട്. എ പ്ലസ് ബി ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. എ സിമെട്രിക് ആണ്, അപ്പൊ എ ട്രാൻസ്പോസ് എ ആണ്. ബി സിമെട്രിക് ആണ്, അപ്പൊ ബി ട്രാൻസ്പോസ് ബി ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി. അപ്പൊ എന്ത് കിട്ടി? എ പ്ലസ് ബി ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി. അപ്പൊ എ പ്ലസ് ബി ഇസ് എ സിമെട്രിക് മെട്രിക്സ്. സോ ഇഫ് എ ആൻഡ് ബി ആർ സിമെട്രിക് മെട്രിക്സസ്, then എ പ്ലസ് ബി ഇസ് എ സിമെട്രിക് മെട്രിക്സ്. ഇതേ പ്രോപ്പർട്ടി സ്ക്യൂ സിമെട്രിക്കിനുണ്ട്. If A and B are skew symmetric matrices of the same order, then A plus B is also skew symmetric. Prove ചെയ്ത് നോക്കൂ. A plus B whole transpose is equal to A transpose plus B transpose. A symmetric ആയതുകൊണ്ട് A transpose is equal to minus A. B symmetric ആയതുകൊണ്ട് B transpose is equal to minus B. So this is minus A minus B is equal to minus of A plus B. So A plus B whole transpose is equal to minus of A plus B. So A plus B is skew symmetric. So 4 properties. If A is a symmetric matrix, then Ka is a symmetric matrix. A is a skew symmetric matrix, then Ka is a skew symmetric matrix. If A and B are symmetric matrices of the same order, then A plus B is also symmetric. If A and B are skew symmetric matrices of the same order, then A plus B is skew symmetric. എ എന്ന സ്ക്വയർ മെട്രിക്സ് നോക്കൂ. സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും ഒന്നുമല്ല, ഒരു സ്ക്വയർ മെട്രിക്സ് മാത്രം. എ is equal to മെട്രിക്സ് 3 minus 1 5 minus 5 2 minus 3 3 minus 7 4. നമുക്ക് ഇതിന്റെ ട്രാൻസ്പോസ് കാണാം. എ ട്രാൻസ്പോസ് is equal to 3 minus 5 3 minus 1 2 minus 7 5 minus 3 4. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എയും എ ട്രാൻസ്പോസും കൂടി ഒന്ന് ആഡ് ചെയ്യാം. എ പ്ലസ് എ ട്രാൻസ്പോസ് ആഡ് ചെയ്താൽ നമുക്കൊരു മെട്രിക്സ് കിട്ടി. 6 മൈനസ് 6 8 മൈനസ് 6 4 മൈനസ് 10 8 മൈനസ് 10 8. അപ്പൊ എ പ്ലസ് എ ട്രാൻസ്പോസ് ആണ്. നമ്മൾ ഇതിന്റെ ട്രാൻസ്പോസ് കാണാം. അതായത് എ പ്ലസ് എ ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് എന്താ കിട്ടുന്നത്? എ പ്ലസ് എ ട്രാൻസ്പോസ് തന്നെ. എ പ്ലസ് എ ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് എ പ്ലസ് എ ട്രാൻസ്പോസ് തന്നെയാണ്. എന്ത് മനസ്സിലാക്കാൻ വേണ്ടി? If A is a square matrix, then A plus A transpose is symmetric. ഇനി ഇതേ രീതിയിൽ A minus A transpose ഒന്ന് കണ്ടുനോക്കാം. A minus A transpose is equal to 0 4 2 minus 4 0 4 minus 2 minus 4 0. A minus A transpose ന്റെ ട്രാൻസ്പോസ് കണ്ടാലോ? 0 minus 4 minus 2 4 0 minus 2 2 4 0. എന്താണ് ഇത് രണ്ടും തമ്മിൽ ബന്ധം? ആദ്യത്തേതിന്റെ നെഗറ്റീവാണിത്. അതായത് എ മൈനസ് എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ്. അതിൽ നമുക്ക് എന്താ മനസ്സിലാക്കാവുന്നത്? ഇഫ് എ ഇസ് എ സ്ക്വയർ മെട്രിക്സ്, then എ മൈനസ് എ ട്രാൻസ്പോസ് ഇസ് സ്ക്യൂ സിമെട്രിക്സ്. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. ഏത് സ്ക്വയർ മെട്രിക്സ് ആണെങ്കിലും എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക് ആയിരിക്കും, A minus A transpose Q symmetric ആയിരിക്കും. For every square matrix A plus A transpose is symmetric and A minus A transpose is skew symmetric. ഇത് സ്ക്വയർ മെട്രിക്സുകളുടെ ഒരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ്. ഈ രണ്ട് പ്രോപ്പർട്ടികൾക്ക് നമുക്ക് ഒരു പ്രൂഫും കൊടുക്കാം. A plus A transpose അത് സിമെട്രിക് ആണെന്നാണ് നമ്മൾ കണ്ടത്. എ സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ A plus A transpose സിമെട്രിക് ആണ്. അപ്പോൾ എ പ്ലസ് എ ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ്, എ പ്ലസ് ബിയുടെ ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എ പ്ലസ് എ ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് പ്ലസ് എ ട്രാൻസ്പോസ് ട്രാൻസ്പോസ്. എന്താ എ ട്രാൻസ്പോസ് ട്രാൻസ്പോസ്? എ തന്നെയാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് എ. ഒന്ന് തിരിച്ചിട്ടാൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് എ ട്രാൻസ്പോസ് പ്ലസ് എ എന്ന് പറഞ്ഞാൽ എ പ്ലസ് എ ട്രാൻസ്പോസ് തന്നെയാണ്. അപ്പൊ എന്ത് കിട്ടി? എ പ്ലസ് എ ട്രാൻസ്പോസ് whole transpose is equal to A plus A transpose. So A plus A transpose is symmetric. ഇതുപോലെ A minus A transpose skew symmetric ആണെന്ന് പ്രൂവ് ചെയ്ത് നോക്കാം.
A minus A transpose whole transpose is equal to A transpose minus A transpose transpose. In the A transpose transpose A. So this is A transpose minus A. That means minus of A minus A transpose. A transpose minus A എന്ന് പറയുന്നത് minus of A minus A transpose ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയത് നോക്കൂ, A minus A transpose whole transpose is equal to minus of A minus A transpose. So A minus A transpose is Q symmetric. അപ്പോൾ A plus A transpose symmetric നമ്മൾ പ്രൂവ് ചെയ്തു, A minus A transpose Q symmetric പ്രൂവ് ചെയ്തു. എല്ലാ സ്ക്വയർ മെട്രിക്സ് എയുടെയും പ്രോപ്പർട്ടിയാണ് ഇത്. അപ്പോൾ A plus A transpose സിമെട്രിക് ആയതുകൊണ്ട് അതിനൊരു സ്കാലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും സിമെട്രിക് ആവണമല്ലോ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാഫ് എന്ന് പറയുന്ന ഒരു സ്കാലാർ കൊണ്ട് A plus A transpose മൾട്ടിപ്ലൈ ചെയ്യുന്നു. A plus A transpose ഇൻറ്റു ഹാഫ് ഓർ ഹാഫ് ഇൻറ്റു A plus A transpose, അതും സിമെട്രിക് ആയിരിക്കും. അതുപോലെ ഹാഫ് ഇൻറ്റു A മൈനസ് A ട്രാൻസ്പോസ്, അത് സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. ഹാഫ് ഇൻറ്റു A plus A transpose, ദാറ്റ് ഈസ് സിമെട്രിക്, പ്ലസ് ഹാഫ് ഇൻറ്റു A മൈനസ് A ട്രാൻസ്പോസ്, ദാറ്റ് ഈസ് സ്ക്യൂ സിമെട്രിക്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുകയാണ് ഒരു സിമെട്രിക് മെട്രിക്സ്. ഹാഫ് ഇൻറ്റു A ട്രാൻസ്പോസ് എന്ന് പറയുന്ന സിമെട്രിക് മെട്രിക്സും ഹാഫ് ഇൻറ്റു A മൈനസ് A ട്രാൻസ്പോസ് എന്ന് പറയുന്ന സ്ക്യൂ സിമെട്രിക് മെട്രിക്സും ഹാഫ് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ A plus A transpose plus A minus A transpose plus A transpose minus A transpose cancels. പിന്നെ ബാക്കി എന്തുണ്ട്? A plus A, that is 2A. So this is half into 2A. എന്താ half into 2A? That is A. അപ്പം മെട്രിക്സ് A എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു A plus A ട്രാൻസ്പോസും ഹാഫ് ഇൻറ്റു A മൈനസ് A ട്രാൻസ്പോസും കൂടി ആഡ് ചെയ്തതാണ്. സ്ക്വയർ മെട്രിക്സ് A is equal to ഹാഫ് ഇൻറ്റു A plus A ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് ഇൻറ്റു A മൈനസ് A ട്രാൻസ്പോസ്. ഇതിൽ ഹാഫ് ഇൻറ്റു A plus A ട്രാൻസ്പോസ് സിമെട്രിക് ആണ്, ഹാഫ് ഇൻറ്റു A മൈനസ് A ട്രാൻസ്പോസ് സ്ക്യൂ സിമെട്രിക് ആണ്. എന്ന് പറഞ്ഞാൽ A എന്ന് പറയുന്ന സ്ക്വയർ മെട്രിക്സ് ഏത് സ്ക്വയർ മെട്രിക്സ് ആയാലും അതിന് ഒരു സിമെട്രിക് മെട്രിക്സിന്റെയും ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സം ആക്കി എഴുതാൻ പറ്റും. സിമെട്രിക് മെട്രിക്സ് ഹാഫ് ഇൻറ്റു A ട്രാൻസ്പോസ് A plus A ട്രാൻസ്പോസ് ആണ്, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഹാഫ് ഇൻറ്റു A മൈനസ് A ട്രാൻസ്പോസ് ആണ്. സോ എവറി സ്ക്വയർ മെട്രിക്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് as a sum of a symmetric and a skew symmetric matrix. നിങ്ങൾക്ക് ഏത് സ്ക്വയർ മെട്രിക്സ് വന്നാലും അതിനെ നമുക്ക് സിമെട്രിക്കിന്റെയും സ്ക്യൂ സിമെട്രിക്കിന്റെയും സം ആക്കി മാറ്റി എഴുതാൻ പറ്റും. നമുക്കിതിന്റെ ഒരു ഉദാഹരണം നോക്കാം. A എന്ന് പറയുന്ന സ്ക്വയർ മെട്രിക്സ് 3 -1 5 -5 2 -3 3 -7 4. ഈ മാട്രിക്സിനെ ഒരു സിമെട്രിക് മെട്രിക്സിന്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സം ആക്കി മാറ്റി എഴുതണം. ആദ്യം നാം ചെയ്യേണ്ടത് A ട്രാൻസ്പോസ് ആക്കുക, A ട്രാൻസ്പോസ്. ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം, A plus A ട്രാൻസ്പോസ്. ഈ കിട്ടിയ ഉത്തരത്തെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഹാഫ് ഇൻറ്റു A plus A ട്രാൻസ്പോസ്. സിംപ്ലിഫൈ ചെയ്താൽ മെട്രിക്സ് 3 -3 4 -3 2 -5 4 -5 4 ഒരു സിമെട്രിക് മെട്രിക്സ് കിട്ടി. ഇനി അടുത്തതായി A മൈനസ് A ട്രാൻസ്പോസ് കാണണം, അതിനെയും ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്ത് മെട്രിക്സ് 0 2 1 -2 0 2 -1 -2 0 ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സും കിട്ടി. ഇനി ഈ രണ്ട് മെട്രിക്സും കൂടി, അതായത് ഹാഫ് ഇൻറ്റു A plus A ട്രാൻസ്പോസും ഹാഫ് ഇൻറ്റു A മൈനസ് A ട്രാൻസ്പോസും കൂടി ആഡ് ചെയ്താൽ നമുക്ക് A കിട്ടും. A എന്ന് പറഞ്ഞാൽ 3 -1 5 -5 2 -3 3 -1 -7 4 ആദ്യം തന്ന മെട്രിക്സ് ആണ്. അത് കിട്ടാൻ ഈ കിട്ടിയ സിമെട്രിക് മെട്രിക്സും ക്യൂ സിമെട്രിക് മെട്രിക്സും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പൊ ഇന്നത്തെ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, സിമെട്രിക് മെട്രിക്സ്. A square matrix A is said to be symmetric if A transpose is equal to A. Then skew symmetric matrix. A square matrix A is said to be a skew symmetric matrix if A transpose is equal to -A. An important property of the skew symmetric matrices is its diagonal elements, main diagonal elements are always 0. Another properties are, if A is a symmetric matrix and K is a scalar, then K is a symmetric matrix. If A is skew symmetric and K is a scalar, K is skew symmetric. If A and B are matrices of the same order, then A plus B is and A and B are symmetric, then A plus B is also symmetric. If A and B are skew symmetric matrices of the same order, then A plus B is also skew symmetric. Another property, for every square matrix A,
A plus A transpose is symmetric and A minus A transpose is skew symmetric. Using this idea, every square matrix can be expressed as a sum of a symmetric matrix and a skew symmetric matrix. That is, A is equal to half into A plus A transpose plus half into A minus A transpose. That's all.